മുംബൈ മലയാളിയായിരുന്ന അരുവിക്കര MLA ശബരിനാഥുമായി നടത്തിയ സംവാദമായിരുന്നു പോയ വാരം ഞങ്ങൾ സംപ്രേഷണം ചെയ്തത്. മുംബൈയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ഈ ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പ്രമുഖ വ്യവസായിയും മുംബൈയിലെ കോൺഗ്രസ് നേതാവുമായ ലയൺ കുമാരൻ നായർ, ഫെഡറേഷൻ ഓഫ് ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും NCP വൈസ് പ്രസിഡന്റുമായ NK ഭൂപേഷ് ബാബു, പ്രമുഖ അഭിഭാഷകൻ ശ്രീജിത്ത്, ബിസിനസ്മാൻ സന്തോഷ് മേനൻ, ശിവസേന നേതാവും റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗവുമായ ശ്രീകാന്ത് നായർ, വ്യവസായിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ രാജൻ പണിക്കർ, മാധ്യമപ്രവർത്തകൻ BKN നായർ, മധ്യ റെയിൽവേയിൽ ചീഫ് റിസർവേഷൻ ഇൻസ്പെക്ടറായി വിരമിച്ച സാമൂഹ്യ പ്രവർത്തകൻ EP വാസു, കൂടാതെ നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു. എനിക്കൊരു കാര്യം അറിയേണ്ടത്, ഇവിടെ ജീവിക്കുമ്പോൾ ഞങ്ങളെ കണക്ക് ജോലി ചെയ്തിട്ട് വേറൊരു കമ്പനിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിച്ചു. പിന്നീട് ഉടനെ MLA ആയി. നേരം ശബരിനാഥിന് ആ ഫീലിംഗ് എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു MLA ആയപ്പോഴത്തേനുള്ള ഫീലിംഗ്? അദ്ദേഹം ചോദിച്ചത് ആ ഒരു ഫീലിംഗ്, കാരണം ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തിൽ താങ്കൾക്ക് വന്ന മാറ്റങ്ങൾ അത്രമാത്രമാണ് ചോദിച്ചത്. അതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അതുപോലെ ആ ഒരു പക്വതയും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കൂടുതൽ കോഷ്യസ് ആയിട്ടുണ്ട്, കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം കേരളത്തിൽ? ഇനി ഒരു വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും? ഒരു നാടിന്റെ വികസനം എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും വികസനം വരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക്. അപ്പോൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റും വരണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരാളാണ് ഞാൻ. സർ, താങ്കൾ ഇവിടെ ഒരു നിരവധി റിയൽ എസ്റ്റേറ്റുകൾ, ഇങ്ങനെ ഒരു വലിയ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ പോയി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഇല്ല. ഒരു നിമിഷം സർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പെട്ടെന്ന്, ഞാൻ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പല സമയം എടുത്താണ് പറഞ്ഞത്, ഒരു വക ചിന്തിക്കാതെ ഇല്ല എന്ന് പറഞ്ഞു. ഇതിന് എന്താണ് അതിനൊരു ഉത്തരം നൽകുന്നത്? അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോലത്തെ വലിയ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ക്വിക്ക് ടേൺ അറൗണ്ട് ടൈമിൽ 1000 ദിവസം. വിഴിഞ്ഞത്തെ കുറിച്ച് ഒരു ചെറിയൊരു, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അദ്ദേഹമാണ്, അദ്ദേഹം ഒന്ന് മാറി അതിൽ അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടാണ്, എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി അറിയില്ല. അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം എന്ന് പറയുന്നത് അദാനിയുടെയാണ്, അദാനി ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു, കുറെ പൈസ കേരള ഗവൺമെന്റ് കൊടുക്കുന്നു, ബാക്കി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുന്നു. 42 വർഷത്തേക്ക് പൈസ മുഴുവൻ അദാനി കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞേ കേരളത്തിന് എന്തെങ്കിലും കിട്ടാറുള്ളൂ. അങ്ങനെ ഒരു സംഭവം വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതിനെന്താണ് ആവശ്യം? ഇതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന വികസനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെയും അത് ശരിയാണ് എന്ന് ഒരു കോമൺ മാൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു. ലോങ് ടേം ജസ്റ്റേഷനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഒക്കെ 42 വർഷം എന്നുള്ള എനിക്ക് യോജിപ്പില്ല. കേരളം ഒട്ടും കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ഇല്ല എന്ന് പറഞ്ഞത്. കാരണം നമ്മളൊക്കെ ഇവിടുത്തെ ബിസിനസ്സിന്റെ ഗ്രാമർ പഠിച്ച ആളുകളാണ്. കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക്, അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് കേരളം അത് നല്ല സ്ഥലമാണ്. കാരണം അവർക്ക് ഇവിടെ വന്ന് കച്ചവടം ചെയ്യാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വേരുറച്ചു പോയ ആളുകളാണ്. ഇവിടെയാണ് കേരളത്തെക്കാളും കൂടുതൽ ലാഭം കിട്ടുന്ന സ്ഥലം. കച്ചവടത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ലാഭം കൂടുതലാണ് നോക്കുന്നത്. അപ്പം പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇവിടം വിട്ട് ലാഭം കുറഞ്ഞ സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ കേരളം ഒട്ടും ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല. ശബരിനാഥ്, പ്രവാസി ജീവിതം നയിച്ചിരുന്ന താങ്കളിൽ ഞാനൊരു പ്രവാസി മലയാളി എന്ന രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ള ഒന്നേ ഉള്ളൂ. പ്രവാസി മലയാളികളുടെ പല പ്രാവശ്യമുള്ള പല ആവശ്യങ്ങൾ നമ്മൾ കേരള സർക്കാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, ആവശ്യം ഉന്നയിച്ച് വരുമ്പോൾ അതിനെതിരായിട്ട് ഈ കണ്ണടയ്ക്കുന്ന ഒരു പ്രവണത ശരിക്കും കാണുന്നുണ്ട്. അത് ശബരിനാഥിനെ പോലെ ഞാൻ വരാം. അദ്ദേഹം പറയുന്നത് പ്രവാസികൾ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അതിന് നേരെ കണ്ണടയ്ക്കുക, അങ്ങനെ തോന്നുന്നുണ്ടോ? അതെന്താണ് അങ്ങനെ ഒരു മാറ്റി നിർത്തൽ? പൊതുവെ പ്രവാസികൾ കണ്ണടയ്ക്കുക എന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് തോന്നുന്നു നോർക്ക പോലത്തെ സിസ്റ്റംസ് വന്നിട്ട് ഏറ്റവും കൂടുതൽ അതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് മലയാളികളാണ്. നോർക്ക ആവട്ടെ, അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ വകുപ്പ് ആവട്ടെ. അപ്പോൾ അങ്ങനെ കണ്ണടയ്ക്കുന്നു പറയുന്നത് ശരിയല്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ കൂടുതൽ കുറെ കാര്യങ്ങൾ ഇനിയും പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക്, ഈ ചോദ്യം ചോദിച്ച ആള് തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ ബോംബെ ഘടകത്തിന്റെ ചെയർമാനാണ്. അപ്പം ബോംബെ മലയാളികളെ നമ്മളെപ്പോഴും പ്രവാസി മലയാളി എന്ന് ഉപയോഗിക്കുന്ന ആ ഭാഷ തന്നെ തെറ്റാണ്. നമ്മൾ മുംബൈ മലയാളി എന്ന് പറയണം, മഹാരാഷ്ട്ര മലയാളി എന്ന് പറയണം. കാരണം നമ്മൾ മലയാളികളാണ്, പക്ഷെ മഹാരാഷ്ട്രയിലെ മലയാളികളാണ്. നമ്മൾ പ്രവാസി എന്ന് പറയുമ്പോൾ പ്രവാസം നടത്തുന്നവനാണ്. നമ്മൾ എന്നും പ്രവാസം നടത്തുന്നില്ല. നമ്മൾ മുംബൈയിലേക്ക് കുടിയേറി ചേക്കേറി പാർത്തവരാണ്. അപ്പം നമ്മൾ മുംബൈ മലയാളിയാണ്, മഹാരാഷ്ട്ര മലയാളിയാണ്.
ആ രീതിയിൽ നമ്മളതിനെ കാണണം. അപ്പം കേരള സർക്കാർ മുംബൈ മലയാളികൾക്ക്, മഹാരാഷ്ട്ര മലയാളികൾക്ക് തന്ന അംഗീകാരമാണ് ശ്രീകാന്ത് നായർ ഇപ്പം ഈ സംഗീത നാടക അക്കാദമിയുടെ മുംബൈ ഘടകത്തിന്റെ ചെയർമാനായിട്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇനിയും പരിഗണിക്കാൻ ബാക്കിയുണ്ട്. എന്താണ് മെയിനായിട്ടുള്ളത് നമ്മുടെ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നത് യാത്രാ പ്രശ്നങ്ങളാണ്. യാത്രാ പ്രശ്നമായിട്ട് അവിടെ പല നിരവധി തവണ വന്നിട്ടുണ്ട്, ഇപ്പോഴും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഒരു നിമിഷം, ശബരിനാഥ് വളരെ സ്വന്തമായിട്ട് അനുഭവിച്ച ഒരാൾ കൂടെ ആയിരിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ നിർത്തലാക്കിയതിന്റെ വലിയൊരു പ്രശ്നം സംഭവിച്ച ആള് ഞാനും കൂടെ. അല്ല, ഇപ്പൊ പൊതുവെ സാധാരണക്കാർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ടിക്കറ്റ് ഒന്നും കിട്ടാറില്ല, അറിയാലോ. അത് ചെറിയ ശബരിനാഥൻ നമ്മൾ ഒരിക്കലും പറയേണ്ട കാര്യമില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്രഷർ ചെലുത്താൻ സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഞാൻ ഇതിൻ്റെ കൂടെ റെയിൽവേ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന് കൂടുതൽ ട്രെയിൻ അനുവദിക്കുന്നതിന് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല, അത് മെച്ചപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് റെയിൽവേ സോണിൽ കിട്ടുന്നത്. അതൊന്ന് പരിശോധിക്കാമോ? അത് ഡബിൾ ലൈൻ ആക്കുന്നതിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഷൊർണൂർ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളത്. നമ്മുടെ കേരള ഭവൻ ഞങ്ങളെല്ലാം വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് വളരെയധികം ഭുവേഷ് ബാബു ഒക്കെ തല്ലുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ അടിപൊളിവരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വന്നപ്പം കുറച്ചുകൂടെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ ഒരു റെവല്യൂഷണറി അപ്രോച്ച് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു കേരള ഹൗസിന് ഇതുവരെയുള്ള ഏറ്റവും വലിയ പ്രശ്നം വളരെ ലൊക്കേഷനിൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ് വാശിയിലെ കേരള ഹൗസ്. പക്ഷേ നമുക്കത് അത്ര നന്നായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പുതിയ സിഡ്കോ എയർപോർട്ട് വന്നതിന് ശേഷം നമ്മൾ വിചാരിക്കത്തിനേക്കാളും കൂടുതൽ ഒരു ഇൻഫ്ലക്സ് ഓഫ് ബ്യൂറോക്രാറ്റ്സും ഡെലിഗേറ്റ്സും ഒക്കെ കേരള ഹൗസിൽ വരും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഭരണസിരാ കേന്ദ്രമൊക്കെ അങ്ങ് ടൗണിലാണ്. അങ്ങനെ വരാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും വരാതിരിക്കുന്നത്, മന്ത്രിമാരുൾപ്പെടെ. പക്ഷെ ആ ഒരു മാറ്റം വരുമ്പോഴത്തേക്കും അത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ബോംബെ മലയാളികൾ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ, ബോംബെ മലയാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഇവിടെ തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന പലരും രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രാമുഖ്യമുള്ള ആൾക്കാരാണ്. അവരതിനുവേണ്ടി സമയം കണ്ടെത്തിയ ആൾക്കാരുമുണ്ട്. അങ്ങനെ എന്തൊരു ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു MLA ഇവിടുന്ന് കൂടി തിരഞ്ഞെടുക്കുവാൻ കേരളത്തിൽ നിന്ന് ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു രാഷ്ട്രീയക്കാരനെ, മലയാളിയായ ഒരു രാഷ്ട്രീയക്കാരനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും? ഈ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയിൽ ആർക്കും എവിടെയും പോയി മത്സരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. 25 ലക്ഷം മലയാളികളുണ്ട്. പക്ഷെ വേണ്ടി ശബ്ദമുയർത്താൻ മലയാളിയായ ഒരാളെ നമുക്ക് ആവശ്യമുണ്ട്. അത് എനിക്ക് കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്താം. മലയാളികൾക്ക് വേണ്ടി എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടി ഉചിതം. ഇവിടുത്തെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളി വളരെ സ്പ്രെഡായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരു സ്ഥലത്തും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി ഗ്രൂപ്പില്ല. കാരണം മലയാളി പിന്നെ ഒരു രാഷ്ട്രീയ ശക്തി അല്ല എന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മലയാളികൾക്ക് ഒരു രാഷ്ട്രീയമായ നോമിനേഷൻ കിട്ടാതെ. അത് മലയാളി അതൊരു രാഷ്ട്രീയ ശക്തിയായി മാറാൻ പറ്റാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്തൊക്കെയാലും വളരട്ടെ നമ്മുടെ കേരളം, സഹ്യാദ്രികളും കടന്ന് അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഏവർക്കും സാധിക്കട്ടെ. ഇത്രയധികം സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം, മുംബൈ ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പോയ വാർത്തകളും വിശകലനങ്ങളുമായ മുംബൈ ഫാസ്റ്റ് ന്യൂസ്. തൊഴിലാളി വർഗ്ഗങ്ങളുടെ നഗരമാണ് മുംബൈ എന്നും കടുത്ത വർഗസമരങ്ങൾ കൊണ്ട് അവകാശങ്ങൾ നേടിയെടുത്ത ചരിത്രമാണ് മുംബൈയിലെയും മഹാരാഷ്ട്രയിലെയും തൊഴിലാളി വർഗത്തിനുള്ളതെന്നും CITU മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറി PR കൃഷ്ണൻ. ചൈനയിൽ നിന്നെത്തിയ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്തിലെ തൊഴിലാളി വർഗ്ഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ചത്. മുംബൈ വർലി ജനശക്തി ഹാളിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. ചൈനയിലെ അൻഹുയി ട്രേഡ് യൂണിയൻ വൈസ് ചെയർമാൻ ടോങ് ഹുവായുടെ നേതൃത്വത്തിൽ എത്തിയ പ്രതിനിധി സംഘത്തെ മഹാരാഷ്ട്ര CITU നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുംബൈയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന് മഹത്വവും സുദീർഘവുമായ പാരമ്പര്യമാണുള്ളതെന്ന് PR കൃഷ്ണൻ പറഞ്ഞു. അന്തർദേശീയ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ചൈനീസ് പ്രതിനിധികളുടെ സന്ദർശനമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ചൈനീസ് ഫെഡറേഷനും CITUം തമ്മിൽ നല്ല ബന്ധമാണ് നിലനിർത്തുന്നത്. ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ
സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇവിടെ ഈ ഫെഡറേഷനും CITയും തമ്മിൽ നടന്നിട്ടുള്ള ചർച്ച. ചെങ്കുടിക്ക് കീഴെ സംഘടിച്ച തൊഴിലാളികളും കൃഷിക്കാരും ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നിരവധി സമരമുഖങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ചതു മുതൽക്കാരംഭിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാരാഷ്ട്രയിലെ ജീവചരിത്രം. ഇന്ത്യ വികസന രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും മുംബൈ നഗരത്തിന് കാലാനുസൃതമായി വന്ന മാറ്റങ്ങളും തൊഴിൽ മേഖലയിലെ അഭിവൃദ്ധിയും അൻഹുയി ട്രേഡ് യൂണിയൻ വൈസ് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. 工人的收入、职工的就业等等这方面，都和过去比，我们有了非常大的一个提升。 ഇരു രാജ്യങ്ങളും തമ്മിൽ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങളുണ്ടെങ്കിലും ട്രേഡ് യൂണിയൻ പ്രവർത്തന രീതികളിൽ സമാനതകളുണ്ടെന്നും ടോങ് പറഞ്ഞു. 就业，促进社会的稳定，这是我们应尽的事情。 CITയുവിന്റെ ഇന്ത്യൻ പ്രതിനിധികളെ ഔദ്യോഗികമായി ചൈനയിലെ ക്ഷണിക്കുവാനും അദ്ദേഹം ഈ അവസരം ഉപയോഗിച്ചു. മിറാർ റോഡ് കേരള സാംസ്കാരിക വേദി കേരളപ്പിറവി ആഘോഷിച്ചു. കാസർഗോഡിലെ എൻഡോസൾഫാൻ ദുരന്തബാധിതർക്കും മഹാരാഷ്ട്രയിലെ വരൾച്ച ബാധിത കർഷകർക്കും സഹായധനം നൽകിയാണ് സാംസ്കാരിക വേദി ആഘോഷത്തെ മാതൃകയാക്കിയത്. പ്രവാസി ജീവിതത്തിന്റെ പകർനാട്ടുകാരനായ മുംബൈ മലയാള നാടകലോകത്തെ NN പിള്ള എന്ന് വിശേഷിപ്പിക്കാവുന്ന വിളപ്പിൽ മധുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത്. കാസർഗോഡിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ സഹായിക്കാനുള്ള ദുരിതാശ്വാസ നിധിയിലേക്കും മഹാരാഷ്ട്രയിലെ വരൾച്ച ബാധിച്ച കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയിലേക്കുമുള്ള സഹായധനവും സാംസ്കാരിക വേദി കൈമാറി. സ്ഥലത്തെ പ്രമുഖ സംഘടനകളുടെ പ്രതിനിധികളും DNAയുടെ വൈസ് പ്രസിഡന്റ് രാമചന്ദ്രനും ചടങ്ങിൽ സംസാരിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രേംദാസ്, സെക്രട്ടറി ഗിരീഷ് കുമാർ, ജോയിന്റ് കൺവീനർ രതീഷ് നമ്പ്യാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എൻഡോസൾഫാൻ ദുരിതത്തിന്റെ ദയനീയമായ പിന്നാമ്പുറ കാഴ്ചകളും മഹാരാഷ്ട്രയിലെ കർഷകരുടെ ദുരിത ജീവിതവുമാണ് മാതൃകാപരമായ പുണ്യപ്രവൃത്തിയെക്കുറിച്ച് ആലോചിക്കാൻ സാംസ്കാരിക വേദിയെ പ്രേരിപ്പിച്ചതെന്ന് കൺവീനർ മുദ്ര സന്തോഷ് പറഞ്ഞു. ശീതൽ നഗറിലെ സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കൊല്ലം അസീസിയുടെ ഒറ്റമരത്തണൽ എന്ന നാടകവും അരങ്ങേറി. കേരള ടൂറിസത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ മുംബൈയിൽ കേരളോത്സവത്തിന് തുടക്കമായി. പ്രവാസി മലയാളികൾക്ക് ഗൃഹാതുരത്വം പകർന്ന കേരളോത്സവത്തിന് മുംബൈയിൽ തുടക്കമായി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് താനെയിലെ ശിവാജി മൈതാനത്താണ് വേദിയൊരുങ്ങിയത്. കേരളത്തിന്റെ കാൽപ്പനിക ഭംഗി പുനരാവിഷ്കരിക്കുന്ന കേരളോത്സവ വേദിയിൽ തനത് കലകൾക്കൊപ്പം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ കലകളും അരങ്ങേറും. പൈതൃക തനിമ എന്ന് പേരിട്ടിരിക്കുന്ന ഒന്നാം ദിവസമായ ഇന്ന് കാക്കരശ്ശി നാടകം, പടയണി, പൂതപ്പാട്ട്, കളരിപ്പയറ്റ് എന്നിവ അരങ്ങേറി. ബോംബെയിൽ മലയാളികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതുപോലൊരു പ്രോഗ്രാം ബോംബെയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു കേരള ഗ്രാമം, ഒരു ടിപ്പിക്കൽ കേരള ഗ്രാമം, ഇവിടെയുള്ള മലയാളികൾ പുതിയ ജനറേഷന് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കേരളം എന്താണ്, പഴയ കേരളം. രണ്ടാം ദിവസമായ ശനിയാഴ്ച നടക്കുന്ന ഗ്രാമമഹിമയിൽ ഓട്ടംതുള്ളൽ, കൈകൊട്ടിക്കളി, ഒപ്പന, മാർഗംകളി, ചാക്യാർകൂത്ത്, കളരിപ്പയറ്റ്, ചെണ്ടമേളം, കന്യാർകളി തുടങ്ങിയ പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരിക്കും. അവസാന ദിവസമായ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് തുടങ്ങുന്ന നാട്ടുപൊലിമയിൽ കവിയരങ്ങ്, സോപാന സംഗീതം, പുള്ളുവൻപാട്ട്, പുലിക്കളി, കഥകളി, കഥാപ്രസംഗം എന്നിവയായിരിക്കും പ്രധാന പരിപാടികൾ. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വിളപ്പിൽ മധുവിനെ മുംബൈയിലെ സാംസ്കാരിക ലോകം അനുസ്മരിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ പശ്ചിമ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാശി കേരള ഹൌസിൽ ചേർന്ന യോഗത്തിൽ മുംബൈയിലെ സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. മധു സംവിധാനം ചെയ്ത നാടകങ്ങൾ അരങ്ങിലെത്തിക്കണമെന്നും വിളപ്പിൽ വിഷൻ നാടകശാല തുടർന്നു കൊണ്ടുപോകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. മധുവിന്റെ കുടുംബത്തിന് കഴിയാവുന്ന സഹായ സഹകരണം ചെയ്യുകയും അതുപോലെ തന്നെ നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് മധുവിനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു നന്മ എനിക്ക് തോന്നുന്നു. മഹാരാഷ്ട്രയ്ക്ക് വെളിയിലുമുള്ള UP-യിലും ബംഗാളിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള വിവിധ സംഘടനകൾ തിരക്കി പിടിച്ചു വന്ന് വിളപ്പിൽ വിഷന് സ്റ്റേജ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ആ കഴിവും ആത്മാർത്ഥതയും മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. ഇപ്പോഴും ആ ഭീവണ്ടിയില് മധു ഇരിപ്പുണ്ട് അവിടെ, ഒരു ബൈക്കില് കാലങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച മീശ വിരിച്ച. ഐ ക്യാൻ സീ ഹിം. ആയിരക്കണക്കിന് നാടകങ്ങൾ മധു എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 3000 4000 മറ്റും ലഘു നാടകവും റേഡിയോ നാടകവും അടക്കം. മുഖ്യധാരയിൽ നിന്ന് എത്രയോ താഴെയായിരുന്ന പ്രവാസി മുഖ്യധാരയിൽ നിന്നും മുകളിലേക്ക് വരാൻ മധുവിളക്കലിന്റെ പല സൃഷ്ടികളും സഹായിച്ചിട്ടുണ്ട്. മറുനാട്ടിൽ മലയാളത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ പകർന്നു നൽകിയ കലാകാരനാണ് മധുവെന്ന് PR കൃഷ്ണൻ അനുസ്മരിച്ചു. 50-കൾ 60-കൾ 70-ൽ ഇപ്പോഴും നാടകവേദി വളരെ
ഉപകാരപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു പോയോ എന്ന ഭയം നിലനിന്ന കാലത്താണ് മധു കടന്നു വരുന്നത്. അതാണ് മധുവിന്റെ ഒരു സവിശേഷത. മധുവിന്റെ സൃഷ്ടികളും എല്ലാം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നാടകങ്ങളായിരുന്നു. 2000-ൽ പരം റേഡിയോ സ്കിറ്റുകളും 1 ഡസനോളം നാടകങ്ങളും രചിച്ചിട്ടുള്ള മധുവിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു മുംബൈയിലെ സാംസ്കാരിക ലോകം. ഒരു നിഷേധിയായ മനുഷ്യൻ, ഒരു കലാപകാരിയായ മനുഷ്യൻ, തന്റെ ചുറ്റിലും നിൽക്കുന്ന കലാപരമായ, സാമൂഹ്യമായ, സാംസ്കാരികമായ എല്ലാ വൃത്തികളോടും കലാപമുയർന്നൊരു മനുഷ്യനായിട്ട് ആണ് അദ്ദേഹത്തെ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. നാടകത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച കലാകാരനാണ് നഗരത്തിന് നഷ്ടമായതെന്ന് NK ഭൂപേഷ് ബാബു പറഞ്ഞു. നമ്മളൊക്കെ കാണുന്നതിനേക്കാളും വളരെ വളരെ മുന്നിലായിരുന്നു മധുവിന്റെ പ്രഗത്ഭത അല്ലെങ്കിൽ ആഴം, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവ്. അതിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ നാടക രംഗത്തെ ഭീഷ്മാചാര്യന്മാരോടൊപ്പം വയ്ക്കാവുന്ന പേര്. അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ കലാജീവിതത്തിന് തിരശീലയിടുമ്പോൾ മഹാനഗരത്തിലെ സഹപ്രവർത്തകരും കലാസ്വാദകരും സ്നേഹിതരുമെല്ലാം ഒരുപോലെ ഓർമ്മകൾ പങ്കിട്ടു. ഒരു ദേവസങ്കീർത്തനമായിട്ട് വന്ന് ഇവിടുത്തെ പ്രവാസികളെ ഒരു പാഠം പഠിപ്പിച്ച് പങ്കെടുത്തവരെ കഥാപാത്രങ്ങളാക്കി ഭാരതവംശനായ അദ്ദേഹം സൂര്യകിരണങ്ങൾക്കപ്പുറം ഒരു പ്രവാസിയുടെ മടക്കയാത്ര നടത്തിയിരിക്കുകയാണ്. ഒരു പ്രവാസിയുടെ മടക്കയാത്ര എന്ന നാടകത്തിലൂടെ വിളപ്പിൽ മധു പകർന്നാടിയത് നഗരജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്ത കാഴ്ചകളായിരുന്നു. നാടകത്തിന്റെ എല്ലാ മേഖലയിലും മികവ് തെളിയിച്ച കലാകാരനായിരുന്നു മധു. അംശു മുംബൈയുമായി ചേർന്നൊരുക്കിയ വാമനും അളിയനും എന്ന ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയാണ് ഈ കലാകാരൻ വിട പറഞ്ഞത്. ജന്മനാടിന്റെ പൈതൃകവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നത് പ്രവാസി സമൂഹമാണെന്ന സന്ദേശമാണ് ഈ ചിത്രത്തിലൂടെ മധു നൽകുന്നത്. മധുവിന്റെ ഭാര്യ ഉഷയും മക്കളായ വിഷ്ണു, അനന്തു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വിളപ്പിൽ വിഷൻ അവതരിപ്പിച്ചിട്ടുള്ള നാടകങ്ങളിലെ അഭിനയ രംഗത്തും സാങ്കേതിക രംഗത്തും സജീവമായിരുന്നു മധുവിന്റെ കുടുംബം. അതുകൊണ്ട് തന്നെ ഈ കലാകുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് യോഗം വ്യക്തമാക്കി. നവംബർ 20, 21, 22 തീയതികളിലായി താനയിൽ നടക്കുന്ന കേരള സർക്കാരിന്റെ കേരളോത്സവം വേദിക്ക് മധുവിന്റെ സ്മരണാർത്ഥം വിളപ്പിൽ മധു നഗർ എന്ന പേര് നൽകണമെന്ന് സംഘാടകർ അറിയിച്ചു. എല്ലാ കലാകാരന്മാരും കലാകാരികളും പരിചയപ്പെട്ട എല്ലാ കലാകാരന്മാരും ഇനിയും കൂടെ ഉണ്ടാവണം, കുടുംബത്തോടുണ്ടാവണം, വിളപ്പിൽ മിഷന്റെ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുംബൈയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. യവനികമും പിന്നിലാചാര്യനായി വല്ലഭരാജൻ പടിയിറങ്ങി നഗരത്തിൽ യൗവനം ജീവിതമായപ്പോൾ ഹൃദയം നാടക സ്റ്റേജായി മാറ്റി ജീവിത നാടകവേദിയിൽ നീതിമാൻ അഭിനയം തീർക്കാതെ എങ്ങോ മറഞ്ഞുപോയി. വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയോട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും പ്രതികരിക്കേണ്ട സമയമായെന്ന് ഡോക്ടർ TR രാഘവൻ. മാട്ടുങ്ക കേരള ഭവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക ലോകം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായെന്നും അസഹിഷ്ണുതയ്ക്കെതിരെ പോരാടണമെന്നും ഡോക്ടർ TR രാഘവൻ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ TR രാഘവൻ, വിജയമേനോൻ, ശ്രീരത്നൻ, KN ഷാജികുമാർ, രാജേന്ദ്രൻ പുളിക്കൽ, ER ഗോപാലകൃഷ്ണൻ തുടങ്ങിയ എഴുത്തുകാരുടെ കൃതികളാണ് പ്രകാശനം ചെയ്തത്. അഡ്വക്കേറ്റ് പത്മാ ദിവാകരൻ അധ്യക്ഷയായ ചടങ്ങിൽ വായനയുടെ വെളിച്ചം, ഗംഗേ നീസാക്ഷി തുടങ്ങിയ 8ഓളം കൃതികളാണ് പ്രകാശനം ചെയ്തത്. സാമൂഹ്യ പ്രവർത്തക രാഖി സുനിലിന്റെ വനിതാരത്നം അവാർഡ് നൽകി ആദരിച്ചു. PR കൃഷ്ണൻ, ഡോക്ടർ CM ശങ്കരൻകുട്ടി, KR നാരായണൻ, ഗിരിജാവല്ലഭൻ, ശശിധരൻ നായർ, ഉണ്ണി വാര്യർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മുംബൈയിലെ എഴുത്തുകാർക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് മലയാള ഭൂമി ശശിധരൻ നായർ പറഞ്ഞു. തുടർന്ന് രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയും അരങ്ങേറി. മറ്റു വാർത്തകളിലേക്ക്. കല്യാൺ വെസ്റ്റ് മുത്തപ്പൻ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ മുംബൈയിലെ വിവിധ നാടക കലാകാരന്മാരെ ആദരിച്ചു. അകാലത്തിൽ വിട പറഞ്ഞ നാടക കലാകാരൻ വിളപ്പിൽ മധുവിനെ ചടങ്ങിൽ അനുസ്മരിച്ചു. തുടർന്ന് കൊല്ലം അസീസി അവതരിപ്പിച്ച ഒറ്റമരത്തണൽ എന്ന നാടകം അരങ്ങേറി. CP ബാബു, ബാലചന്ദ്രൻ, പ്രേമൻ, ദിലീപ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
തിരുവല്ല, നെടുമ്പ്രം, വൈക്കത്തില്ലം നിവാസികൾ സംഘടിപ്പിച്ച വാർഷിക പരിപാടികൾ താനെ വാഗ്ലി എസ്റ്റേറ്റിലെ നായർ ഭവനിൽ വെച്ച് നടന്നു. VKP പണിക്കർ, റോയ്, ബാബു, വിപിൻ കുമാർ, രംഗനാഥ്, ശ്രീമതി ലീല എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിപിൻ കുമാർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തുടർന്ന് കൂട്ടായ്മയിലെ പ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. കൂടുതൽ വാർത്തകൾക്ക് ട്യൂൺ ഇൻ കേരള പീപ്പിൾ TV.